എല്ലാവർക്കും നമസ്കാരം. ഹരികൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. മെയ് 15 വെള്ളിയാഴ്ച അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് നമ്മൾ വിഷ്ണു ഭക്തർക്ക് ആഗതമാവുന്നത്. എത്രയോ അനുഗ്രഹീത ദിവസങ്ങളാണ് നമുക്ക് ഈ പുണ്യമാസം, അതായത് വൈശാഖ മാസം സമ്മാനിച്ചിരിക്കുന്നത് അല്ലേ. ഈ പവിത്രമായ വൈശാഖ മാസത്തിലെ ഏകദേശം ദിവസങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു നമുക്കായി കാത്തുവച്ച ഏറ്റവും വലിയ പുണ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഭക്തഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈശാഖ മാസം എന്നത് വെറും ഒരു മാസമല്ല, അത് ഭഗവാൻ നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു സമയവും കൂടിയാണ്. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പുണ്യങ്ങളുടെ പൂക്കാലം അവസാനിക്കാൻ പോകുന്നു. നമുക്കറിയാം, മെയ് 16 വൈശാഖ മാസം അവസാനിക്കുമ്പോൾ ലക്ഷ്മി സമേതനായി ഭഗവാൻ തന്റെ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് അമ്മ ഹൃദയങ്ങൾ, ഭക്തഹൃദയങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞു, ഭഗവാൻ വൈശാഖ മാസം തീരുമ്പോൾ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് ലക്ഷ്മി സമേതനായി മടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വല്ലാതെ പരിഭവം പറയുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. ഇതൊരു സന്തോഷത്തോടു കൂടിയല്ല ഞാനും പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, വൈശാഖ മാസം വരാൻ പോകുന്ന ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, വൈശാഖ മാസം വരികയാണ്, ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നൊരു സമയം, നമ്മുടെ വീടുകളിലേക്ക് വരുന്നൊരു സമയം ലക്ഷ്മി സമേതനായിട്ടെന്ന്. അപ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും അമ്മമാരൊക്കെ പറയുന്നത് പോലെ, മോളെ ഭഗവാൻ എങ്ങും പോകുന്നില്ല, ഭഗവാൻ നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അത് സത്യം തന്നെയാണ്. ഭഗവാൻ എങ്ങോട്ടും പോകുന്നില്ല. ഭഗവാൻ വേണമെങ്കിൽ ശരീരം കൊണ്ട് ദേവിയും കൂട്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി എന്ന് നമ്മൾക്ക് പറയാം. എങ്കിലും നമ്മൾ ഭക്തഹൃദയങ്ങളിൽ ഭഗവാനും ദേവിയും എന്നും എല്ലാ നിമിഷവും, അതായത് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഭഗവാനും ദേവിയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ ചിന്തയിലും ഓരോ നാമത്തിലും ലക്ഷ്മി ദേവിയും സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവും നിറഞ്ഞു നിൽക്കുമ്പോൾ ഭഗവാൻ വൈശാഖ മാസം കഴിയുന്നതോടുകൂടി തിരിച്ചു പോയി എന്ന് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അതുമാത്രമല്ല, പുണ്യങ്ങളിൽ പുണ്യമായി ഈ വൈശാഖ മാസം തീരാൻ പോകുന്നു എന്നതുപോലും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും പുണ്യമായ ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഭക്തിയുടെ നിറവിൽ നിന്നുകൊണ്ട് ഏറ്റവും പുണ്യകരമായ ഒരു ദിവസമാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. ഇതുവരെ വ്രതമൊന്നും നോൽക്കാൻ സാധിക്കാത്തവരും ഇതുവരെ എല്ലാ വ്രതങ്ങളും എടുത്ത അമ്മമാർക്കും ഏറ്റവും ഭാഗ്യകരമായ ഒരു ദിവസമാണ് ഭഗവാൻ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. മെയ് 15 വെള്ളിയാഴ്ച അത്രയും അതിവിശിഷ്ടമായ വിഷ്ണുപതി പുണ്യകാലമാണ് ആഗതമാവുന്നത്. അതായത് ഭഗവാൻ മടങ്ങുന്നതിന് മുൻപ് നമുക്കായി തന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. 2026 മെയ് 15 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ വിഷ്ണുപതി പുണ്യകാലം ആഗതമാകുന്നത്. മെയ് 16 ഭഗവാൻ മടങ്ങും മുൻപ് നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ മഹാപുണ്യമാണിത് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ വിഷ്ണുപതി പുണ്യകാലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇത് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ് നേടിത്തരാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞു വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ മെമ്പർഷിപ്പ് ഓൺലി വീഡിയോസും ഷോർട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇതിന് നിങ്ങളുടെ സപ്പോർട്ടും ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം, എന്താണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, സൗരമാസങ്ങൾ മാറുന്ന സമയത്തെയാണ് നാം സംക്രാന്തി എന്ന് വിളിക്കുന്നത്. അതായത് സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്തെ ഇടവ സംക്രാന്തി എന്ന് നമ്മൾക്ക് വിളിക്കാം. സ്ഥിരരാശികളായ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ രാശികളിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന പുണ്യ സമയത്തെയാണ് വിഷ്ണുപതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. ദേവലോകത്തെ പുണ്യ നദിയായ ഗംഗാദേവി ഭൂമിയിലേക്ക് അവതീർണയായപ്പോൾ ആ പാദസ്പർശം കൊണ്ട് ഭൂമി പവിത്രമായി. അതുപോലെ വിഷ്ണുപതി പുണ്യകാലത്ത് സൂര്യന്റെ ചൈതന്യം ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയ പുണ്യപ്രവൃത്തി പോലും 1000 മടങ്ങ് ഫലമാണ് നമ്മൾക്ക് നൽകുന്നത്. വൈശാഖ മാസത്തിലെ അവസാന നാളുകളാണല്ലോ ഇത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ മടങ്ങാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളും നാമജപവും ഭഗവാൻ നേരിട്ടാണ് സ്വീകരിക്കുന്നത്. വൈശാഖ മാസത്തിൽ ഗംഗാസ്നാനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ആ പുണ്യം വീട്ടിലിരുന്ന് നേടാൻ ലഭിക്കുന്ന സുവർണ അവസരവും കൂടിയാണിത്. 2026 മെയ് 15 വെള്ളിയാഴ്ചയാണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ലക്ഷ്മി ദേവിക്ക് അതീവ പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച തന്നെ ഈ പുണ്യകാലം വരുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഭഗവാനും ദേവിയും ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണിത്.
മെയ് 14 രാത്രി കഴിഞ്ഞ് മെയ് 15 പുലർച്ചെ മുതൽ ഉച്ച വരെയാണ് ഈ പുണ്യകാലത്തിന്റെ ഏറ്റവും വലിയ ചൈതന്യം നിലനിൽക്കുന്നത്. സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്ന കൃത്യമായ സമയം നാം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കണം കേട്ടോ. ഇടവ സംക്രമം എന്ന് പറയുന്നത് മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 6:21 സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്ന ദിവസം രാത്രി 1:30 മുതൽ, അതായത് മെയ് 15 വെളുപ്പിനെ 1:30 മുതൽ രാവിലെ 10:30 വരെ 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ സമയം നമ്മൾ മനസ്സിൽ ഒരു ആഗ്രഹം ശക്തമായി പറഞ്ഞുകൊണ്ട് വിഷ്ണു പൂജ, അതേപോലെ തന്നെ അന്നേ ദിവസം വ്രതമെടുക്കാൻ സാധിക്കുന്നവരെല്ലാം തന്നെ വ്രതമെടുത്ത്, എത്ര തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരാഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിലെങ്കിലും അന്നേ ദിവസം ഭഗവാൻ ആ തടസ്സങ്ങളെല്ലാം അകറ്റി ആഗ്രഹ സഫലീകരണത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനന മരണ ചക്രത്തിൽ നിന്ന് പോലും മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മെയ് 15 പുലർച്ചെ 1:30 മുതൽ രാവിലെ 10:30 വരെയാണ് വിഷ്ണുപതി പുണ്യകാലത്തിന്റെ ഏറ്റവും ശക്തമായ സമയം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് മെയ് 15 രാവിലെ 10:30 നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ 10:30 തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. തലേദിവസം രാത്രിയിൽ, അതായത് മെയ് 14 രാത്രിയിൽ 1:30 മുതൽ മെയ് 15 രാവിലെ 10:30 വരെയാണ് ഈ ഒരു 9 മണിക്കൂർ അതിശക്തമായ മുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും, അതിന് വലിയ വലിയ വഴിപാടുകളൊന്നും ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ മനസ്സ് കൈകൂപ്പി കണ്ണ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ ആ ഒരു കണ്ണീർ തുള്ളി പോലും ഭഗവാന് കോടി പുണ്യമായിട്ട് തിരിച്ച് നമ്മൾക്ക് മടക്കി തരും എന്നാണ് പറയുന്നത്. മക്കളെ ചൊല്ലിയും കുടുംബത്തെ ചൊല്ലിയും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ശക്തമായ ഒരു ആഗ്രഹം കാണും, ഈ ഒരു നിമിഷം നടന്നു കിട്ടിയാൽ ഏറ്റവും നല്ലത് എന്ന് കരുതുന്ന ഒരു ആഗ്രഹം അമ്മമാരുടെ മനസ്സിലുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഒരു വിഷ്ണുപതി പുണ്യകാലത്ത് ആ ഒരു തലേദിവസം രാത്രിയിൽ 1:30 മുതൽ പിറ്റേ ദിവസം രാവിലെ 10:30 വരെയുള്ള ഒരു മുഹൂർത്തം നിങ്ങളുടെ മുൻപിലുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് വെളുപ്പിനെ തന്നെ, അതായത് മെയ് 15 വെള്ളിയാഴ്ച വെളുപ്പിനെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അമ്മമാർ എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ കുളിച്ച് ശുദ്ധമായിട്ട് അന്നേ ദിവസം രാവിലെ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്ര വസ്ത്രം ധരിക്കാം. പൂജാമുറിയിലെത്തി നമുക്ക് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്താം. ഭഗവാന്റെയും ദേവിയുടെയും പാതാര വിന്ദങ്ങളിൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത് പോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പൂക്കളുണ്ടോ, നമ്മുടെ തൊടിയിൽ എന്തൊക്കെ പൂക്കളുണ്ടോ അതൊക്കെ ഭഗവാന്റെയും ദേവിയുടെയും പാദങ്ങളിൽ സമർപ്പിക്കാം. ഈ ഒരു സമയത്ത് ഭഗവാന് ഏറ്റവും ഐശ്വര്യകരമായ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ഈ സമയം ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ശക്തമായി പറഞ്ഞുകൊണ്ട് വേണം ഭഗവാന് മുൻപിൽ ഈ ഒരു നെയ്വിളക്ക് കൊളുത്തി സമർപ്പിക്കാനായിട്ട്. ആ ഒരു ആഗ്രഹം എത്ര തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരാഗ്രഹമാണെങ്കിലും അന്നേ ദിവസം ഭഗവാൻ ആ തടസ്സങ്ങളെല്ലാം അകറ്റി ആഗ്രഹ സഫലീകരണത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുകയാണ്. ഈ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം ഗരുഡനോടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഭഗവത് നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ എന്നിവയൊക്കെ നമ്മൾക്ക് ഈ സമയം ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ പാദത്തിൽ ഈ ഒരു സമയത്ത് 108 തുളസി ഇലകൾ ഓരോന്നായി സമർപ്പിച്ചുകൊണ്ട് ഓരോ സമർപ്പണത്തിനും ഓം നമോ നാരായണായ ഉരുവിടുക. 108 തുളസി ഇലകൾ എടുക്കുക. ഓരോ സമർപ്പണത്തിനും ഓം നമോ നാരായണായ നാമം ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഈ 108 തുളസി ഇലകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ഒരാഗ്രഹം മനസ്സിലില്ലേ, അത് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക കേട്ടോ. അന്നേ ദിവസം തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യമാണ്. ഇനി തൊട്ടടുത്ത മഹാവിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ നമ്മൾക്ക് പോകാവുന്നതാണ്. ഭഗവാൻ ആ ഒരു സമയത്ത് തുളസി മാല സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുക അത് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് കുറച്ചു നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം ഗരുഡ സ്വാമിയെയും പ്രാർത്ഥിക്കുക കേട്ടോ. ഗരുഡ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളായാൽ അത്രയും അനുഗ്രഹമാണ്. നമ്മളിൽ അകാരണമായി നിറയുന്ന ഭയം അകറ്റാൻ ഗരുഡ ഭഗവാനെ നിത്യവും ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഈ സർപ്പഭയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അത് കൂടുതലായിട്ടും ഉണ്ടല്ലേ, എല്ലായിടത്തും ഈ സർപ്പങ്ങളെയും പാമ്പുകളെയും ഒക്കെ കാണുന്നത് കൊണ്ട് നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയാലൊക്കെ നമ്മളൊന്ന്
ഒരുപാട് കോഷ്യസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സമയവും കൂടിയാണിതല്ലേ. ഇങ്ങനെ ഭയം ഒരുപാട് പ്രശ്നമായിട്ടുള്ള ചില ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും, രാത്രി കാലങ്ങളിൽ നല്ല പകല് പോലും പുറത്തേക്ക് ഇറങ്ങാൻ, തൊടിയിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് വളരെയധികം ഭയമുള്ള ആളുകളുണ്ട്. അത്തരക്കാർക്ക് ജപിക്കാൻ ഉത്തമമാണ് ഗരുഡ മന്ത്രം എന്ന് പറയുന്നത് കേട്ടോ. നിത്യവും ഇത് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓം ഗരുഡായ നമ, ഓം വേദഗരുഡായ നമ, ഓം വീരഗരുഡായ നമ, ഓം ശ്രീകൃഷ്ണ ഗരുഡായ നമ, ഓം മന്ത്രഗരുഡായ നമ, ഓം യന്ത്രഗരുഡായ നമ, ഓം സിദ്ധഗരുഡായ നമ, ഓം നാദഗരുഡായ നമ, ഓം അഘോരഗരുഡായ നമ, ഓം ശക്തിഗരുഡായ നമ. ഈ ഗരുഡ മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അകാരണമായ ഒരു ഭയമൊക്കെ മാറിയിട്ട് മനസ്സിന് നല്ല ധൈര്യം ഗരുഡസ്വാമി നമ്മൾക്ക് അനുഗ്രഹിച്ചു തരുന്നതാണ്. അങ്ങനെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവരങ്ങനെ ചെയ്യുക. കഴിയാത്തവർ നമ്മുടെ വീടുകളിൽ തന്നെ നാമജപം, പൂജ എന്നിവയൊക്കെ നടത്തി നമ്മൾക്ക് അങ്ങനെ ഇരിക്കാവുന്നതാണ്. അന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ടും നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് വ്രതം നോൽക്കുന്നത് വളരെ ഐശ്വര്യകരമാണ്. ഇനി പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഭാഗികമായ ഉപവാസം എടുത്താലും മതി. അതായത് ഒരിക്കലെടുക്കാവുന്നതാണ്. എല്ലാ വ്രത വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ അമ്മമാരൊക്കെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം. ഈ വൈശാഖ മാസം എന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും വ്രതങ്ങളുള്ള ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ. ചിലർ കമന്റ് ബോക്സിൽ തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറയുമ്പോൾ എങ്ങനെയാ വ്രതം എടുക്കാതിരിക്കുക, ഏതെങ്കിലും ദിവസം ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റുമോ എന്ന് തമാശയായിട്ട് ഒരു അമ്മ ചോദിക്കുന്നുണ്ടായി. പക്ഷെ എത്ര അനുഗ്രഹമാണല്ലേ. വൈശാഖ മാസം പിന്നിടുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഈ ഒരു മാസം മുഴുവൻ നോൺ വെജ് കഴിച്ചില്ല എന്ന് പറഞ്ഞുള്ളൊരു സങ്കടമൊന്നുമല്ല ആരുടെ മനസ്സിലുണ്ടാവുന്നത്. അത്രയും സങ്കടമാണ് വൈശാഖ മാസം പോകുന്നതിന്റെ അല്ലേ. ഞാനിങ്ങനെ ഒരു തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഏതൊരു വ്രതത്തിലും ആഹാരക്രമം ചിട്ടപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാവണം. അതുപോലെ തന്നെ അന്നേ ദിവസം ദാനം ചെയ്യുന്നത്, അതായത് അർഹതപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമാണ്. പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ കുടയോ വസ്ത്രമോ ചെരുപ്പോ അല്ലെങ്കിൽ അന്നദാനമോ നടത്തുന്നത് അതീവ ശ്രേഷ്ഠമാണ്. വൈശാഖത്തിൽ ഇങ്ങനെ ദാനം ചെയ്യുന്നത് വഴി പിതൃക്കളുടെ മോക്ഷവും നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ആയതിനാൽ തുളസി തറയിൽ വിളക്ക് കൊളുത്തി 108 തവണ പ്രദക്ഷിണം വെക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കുന്നതാണ്. ദേവിയെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് ദേവി പ്രദക്ഷിണം വെക്കാവുന്നതാണ്. പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾക്ക് 108 തവണ പ്രദക്ഷിണം വെക്കാം. ഇല്ലാശാൽ ഒരു 3 തവണ ദേവിക്ക് പ്രദക്ഷിണം വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ദേവിക്ക് ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അപ്പോൾ അമ്മമാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മാസം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഭഗവാൻ നാളെ മടങ്ങുകയാണ്. നാളെ എന്ന് പറഞ്ഞാൽ വിഷ്ണുപതി പുണ്യകാലത്തിന്റെ തൊട്ടടുത്ത ദിവസമായ മെയ് 16-ാം തീയതി മടങ്ങുകയാണ്. ഒരു അതിഥി വന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ നമ്മുടെ സൃഷ്ടികർത്താവായ ഭഗവാൻ, അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ, നമ്മുടെ മനസ്സിനോട് തൊട്ടടുത്ത് മനസ്സിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന ആളാണ് വന്നിട്ട് മടങ്ങാൻ പോകുന്നത്. മെയ് 16-ന് വൈശാഖം അവസാനിക്കുമ്പോൾ ഭഗവാൻ ദേവിയോടൊപ്പം മടങ്ങും. ആ മടക്കയാത്രയ്ക്ക് മുൻപ് ഭഗവാൻ നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ ഒന്ന് തിരിഞ്ഞു നോക്കും. ആ നോട്ടം നമ്മുടെ മേൽ പതിക്കാൻ, ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ ഈ വിഷ്ണുപതി പുണ്യകാലം നാം ഭക്തിയോടെ ചെലവഴിക്കണം. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഭഗവാൻ കാണുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച മെയ് 15-ന് നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ മടങ്ങുന്നത് നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടായിരിക്കും. നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ എങ്ങോട്ടും മടങ്ങുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാവും ഭഗവാൻ മടങ്ങുക. ഈ പുണ്യകാലം പാഴാക്കാൻ പാടില്ല ആരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് എത്തിക്കുക. ഒരാൾ ഈ വിവരം അറിഞ്ഞ് നാമം ജപിച്ചാൽ അതിന്റെ പുണ്യം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നമുക്കൊന്നിച്ച് നാമജപത്തോടെ ഭഗവാനെ വിളിക്കാം, ഭഗവാനെ യാത്രയാക്കാം. എല്ലാവർക്കും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അപാരമായ അനുഗ്രഹങ്ങൾ ജീവിതത്തോട് ചേർന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.